പതിവ് പോലെ തന്നെ 8 o'clock ഡ്യൂട്ടിക്ക് കയറേണ്ട ഞാനും 7 o'clock ഡ്യൂട്ടിക്ക് കയറേണ്ട അമ്പാടിയും എഴുന്നേൽക്കുന്ന സമയം 7:30. ആ ചെറുക്കൻ മാനേജർ ആയതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ പിന്നെ ഫ്രണ്ട് ഡെസ്ക് ആയതുകൊണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കയറിപ്പോവും. ഞാൻ 8 o'clock തന്നെ ഡ്യൂട്ടിക്ക് കയറും കേട്ടോ. ബട്ട് എന്തായാലും രാവിലെ തന്നെ ചെറുക്കൻ്റെ കുറേ പുട്ടിയടിയും സംഭവമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മാനേജറല്ലേ, കുറച്ചൊക്കെ പുട്ടിയടിക്കാം. അങ്ങനെ അത്യാവശ്യം പുട്ടിയടിയൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ ഡ്യൂട്ടിക്ക് കയറി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും വന്നു കഴിയുമ്പോഴത്തേക്കും സെയിം, ഞാൻ ഫ്രണ്ട് ഡെസ്കും അമ്പാടി മാനേജിങ്ങും നമ്മൾ ഒരേ ക്യാബിൻ തന്നെയാണ്. സോ കുറേ അധികം കഥകൾ പറയാൻ കാണും. നമുക്ക് കഥകൾ പറഞ്ഞാലും തീരാത്ത കുറേ കാണും. കാരണം ഡിപ്പെൻസ് ഓൺ ഡ്യൂട്ടിയുടേത് കാണും, അല്ലെങ്കിൽ നമ്മുടെ തന്നെ എന്തെങ്കിലുമൊക്കെ കഥ. പിന്നെ നമ്മളെപ്പോഴും നമുക്കുള്ള കുറേ ഡ്യൂട്ടിയിലാണല്ലോ, അപ്പോൾ കുറേ ഡ്യൂട്ടിയുടെ കാര്യങ്ങളും നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ റൂം ക്ലീനിങ് ആണോ, അല്ലെങ്കിൽ റൂം ക്ലീനിങ്ങിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഇതെല്ലാം ഞങ്ങൾ രണ്ടുപേരും കയറി റൂംസ് എല്ലാം ചെക്ക് ചെയ്തു. അഥവാ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനോട് പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ മാനേജ് ചെയ്യും. ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി നടക്കുന്നത് ഇവിടെ. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഞാൻ ദിവസവും പറയുന്ന പോലെ വർക്കല നോർത്ത് ക്ലിഫ് ഏരിയ പുത്തൂരും ആയുർവേദിക് റിസോർട്ട്, ഇതാണ് നമ്മുടെ റിസോർട്ട് നെയിം. അത്യാവശ്യം അടിപൊളി വ്യൂ ആട്ടോ. നമുക്ക് കോമൺ ബാൽക്കണി മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് കോമൺ ബാൽക്കണിയിൽ പോയാൽ അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഞങ്ങൾക്കിതിപ്പോൾ ഞങ്ങളുടെ ഒരു വീട് പോലെ, കാരണം ഞാനും അമ്പാടി ഇവിടെ ഉണ്ട്. പിന്നെന്താ, ഈ റിസോർട്ടിൽ തന്നെയാണ് നമ്മുടെ റൂംസ്. നമ്മുടെ റൂമും റിസോർട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു വീട്, ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെയാണ് നമുക്ക് തോന്നുന്നത്.